ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിരവധി താൽക്കാലിക ഒഴിവുകൾ അവർ ന്യൂസ് വഴി പുറത്തുവിട്ടിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു കട്ടിങ്സ് ഞാനിവിടെ വായിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കും, അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ കാണാം, എന്നാലേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ അതായത് സ്കൂളിൻ്റെത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ വഴി നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വാക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് അവർ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്തായാലും തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒഴിവ് വരുന്നത് കൂത്താട്ടുകുളം സ്ഥലത്തെ ആരൂർ ഗവ ഹൈസ്കൂളിൽ ഹൈസ്കൂൾ ഹിന്ദി ഇംഗ്ലീഷ് LPST താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച മെയ് 20 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 99 46 39 62 91. ഇതാണ് കൂത്താട്ടുകുളം ആരൂർ ഗവ ഹൈസ്കൂളിലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പറാണിത്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കേൾക്കുക. ഓക്കെ, അടുത്തത് വരുന്നത് മൂവാറ്റുപുഴയിലെ പുളിന്താനം സെയിൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ ബോട്ടണി, സുവോളജി, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് അതിഥി അധ്യാപക ഒഴിവുകളിലേക്ക് ജൂൺ 1 രാവിലെ 11 അഭിമുഖം നടക്കും. അവിടുത്തെയും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 89 43 23 68 79. ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്നാലും ഞാനൊന്ന് വായിച്ചെന്നുള്ളൂ. ഓക്കെ, അടുത്തത് മൂവാറ്റുപുഴയിലെ തന്നെ മറ്റൊരു സ്കൂളാണ് വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി, സുവോളജി അതിഥി അധ്യാപക നിയമനത്തിന് ജൂൺ 4 രാവിലെ 11 അഭിമുഖം നടക്കും. മെയ് 31 അപേക്ഷ മെയിൽ അയക്കണം. മെയിൽ ID അവരുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട് 7058 VP സ്മോൾ ലെറ്റർ VPTY@gmail.com ആണ് അവരുടെ മെയിൽ ID. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് 94 47 50 56 16 94 47 50 56 16. ഓക്കെ, അതാണ് മൂവാറ്റുപുഴ വാരാപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പർ. ഓക്കെ, അടുത്തത് മൂവാറ്റുപുഴയിലെ പേഴയ്ക്കാപ്പള്ളി ഗവ ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ചിട്ടുള്ളതാണ്. അവിടെയും അധ്യാപക ഒഴിവുകൾ പറയുന്നുണ്ട്. അവിടെ പേഴയ്ക്കാപ്പള്ളി ഗവ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ്, ഡ്രോയിങ് ടീച്ചർ, FTCM സ്വീപ്പർ ബ്രാക്കറ്റിൽ സ്വീപ്പർ, UPST അതൊരു ഒഴിവാ തോന്നുന്നുണ്ട്, ബ്രാക്കറ്റിൽ 1 എന്നിട്ടിട്ടുണ്ട്. ഒഴിവുകളിലേക്ക് വെള്ളിയാഴ്ച രാവിലെ 10 അഭിമുഖം നടക്കും. അടുത്തത് കോതമംഗലം നേര്യമംഗലം ഗവ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി ഗവ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോൺ നമ്പർ കാര്യങ്ങളൊന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ഇൻ്റർവ്യൂ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത് എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഗൂഗിളിൽ പേഴയ്ക്കാപ്പള്ളി ഗവ ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപക്ഷെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിവേ അവർ നമ്പർ കൊടുത്തിട്ടില്ല ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ. ഓക്കെ, അടുത്തത് കോതമംഗലം നേര്യമംഗലം ഗവ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ, സോഷ്യൽ വർക്ക് ജൂനിയർ, ഹിന്ദി ജൂനിയർ, ഇംഗ്ലീഷ് ജൂനിയർ എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ ജൂൺ 4 രാവിലെ 11 കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു എന്നാണ് ന്യൂസ്. ഓക്കെ, അതും അവരും എന്ത് കൊടുത്തിട്ടില്ല, ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിൽസൊന്നും കൊടുത്തിട്ടില്ല. അടുത്തൊരു സ്കൂളാണ് കോതമംഗലം കവളങ്ങാട് സെയിൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി, കെമിസ്ട്രി, ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം എന്നീ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ ജൂൺ 4 രാവിലെ 10 അഭിമുഖത്തിന് സ്കൂൾ മാനേജറുടെ ഓഫീസിൽ ഹാജരാകണം. വിവരത്തിനായിട്ട് 94 47 60 67 76 എന്ന ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു
എറണാകുളം ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിരവധി താൽക്കാലിക ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞു അധ്യാപനത്തിൽ. സോ ഇത്രയും സ്കൂളുകളാണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ളത്. ഇത് ന്യൂസ് പേപ്പർ വഴി നമുക്ക് അറിയാൻ സാധിച്ചതാണ്. അറിഞ്ഞുടനെ അതൊന്ന് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഓക്കെ, സോ ഇൻ്റർവ്യൂ വഴിയാണ് എന്തായാലും എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിയമനം നടത്തുന്നത് അവർ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ യോഗ്യരായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.